പശ്ചിമേഷ്യ വീണ്ടും യുദ്ധഭീതിയിൽ. ഇറാനുമായുള്ള വെടിനിർത്തൽ കരാർ അവസാനിച്ചതായി ട്രംപ്. തുർക്കിയിൽ വെച്ച് നടക്കുന്ന നാറ്റോ ഉച്ചകോടിയിലാണ് നിർണായക പ്രഖ്യാപനം. ഇന്ന് പുലർച്ചെ ഇറാനിലേക്ക് US ശക്തമായ ആക്രമണം നടത്തിയിരുന്നു. പകരം ഇറാൻ കുവൈറ്റിനെയും ബഹ്റൈനെയും ലക്ഷ്യം വെച്ച് തിരിച്ചടിയും നൽകി. ഇതിന് പിന്നാലെയാണ് ട്രംപിന്റെ നിർണായകമായ പ്രഖ്യാപനം. Mr. President, is the ceasefire over? Is the ceasefire done? Is the MOU dead? It's a very interesting question. To me, I think it's over. I don't want to deal with them anymore. They're scum. You know what scum is? They're scum. They're sick people. They're led by sick people. And they're vicious, violent people. And if they had a nuclear weapon, they'd use it. As far as I'm concerned, it's over. I'll speak to our negotiators. They want to negotiate. They're good people. Steve Witkoff. വിവരങ്ങളുമായി അജയ് സുധാ ബിജു ചേരുന്നു. അജയ്, യുദ്ധത്തിൻ്റെ കെടുതികൾ ഈ ലോകം മുഴുവൻ നേരിട്ടതാണ്. പ്രത്യേകിച്ച് ഇറാൻ മാത്രമല്ല, പശ്ചിമേഷ്യ മാത്രമല്ല, മറ്റു ലോകരാജ്യങ്ങൾ, ഇന്ത്യ അടക്കം, കേരളത്തിൽ നമ്മൾ ഓരോ മലയാളികളടക്കം ഇതിൻ്റെ ബുദ്ധിമുട്ട് നേരിട്ടതാണ്. ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ. വീണ്ടും ഒരു യുദ്ധത്തിന് ഉള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നു, അല്ലെങ്കിൽ യുദ്ധഭീതിയിലേക്ക് ലോകം നീങ്ങുന്നു എന്ന് തന്നെ മനസ്സിലാക്കുന്നു. എന്താണ് ട്രംപിൻ്റെ പ്രഖ്യാപനത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? പശ്ചിമേഷ്യയിലുള്ള സംഘർഷങ്ങൾ കാരണം ലോകം മുഴുവനുണ്ടായ പ്രതിസന്ധികളിൽ നിന്ന് നമ്മൾ കുറച്ചൊന്ന് കരകയറി വരികയായിരുന്നു. അപ്പോഴാണ് ട്രംപിന്റെ വീണ്ടും എല്ലാവരെയും ഭയപ്പെടുത്തുന്ന പ്രഖ്യാപനം പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പോൾ തുർക്കിയിൽ നാറ്റോ ഉച്ചകോടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ നാറ്റോ ഉച്ചകോടിയിൽ വെച്ചാണ് ട്രംപിന്റെ നിർണായകമായിട്ടുള്ള പ്രഖ്യാപനം. ഇറാനെതിരെ അദ്ദേഹം വളരെ പ്രകോപനപരമായിട്ടുള്ള നിരവധി കമന്റുകൾ നാറ്റോ ഉച്ചകോടിയിൽ വെച്ച് തന്നെ നടത്തിയിരുന്നു. നാറ്റോയ്ക്കെതിരെ വരെ ട്രംപ് രൂക്ഷമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തി. അതായത് ഇറാനെതിരെയുള്ള സംഘർഷത്തിൽ നാറ്റോ ഒരു തരത്തിലും തങ്ങളെ സഹായിച്ചില്ല, പല രാജ്യങ്ങളും മോശമായാണ് US-നോട് പെരുമാറിയത്, അത് കാരണം സ്പെയിനുമായിട്ട് ഉൾപ്പെടെയുള്ള വ്യാപാര ബന്ധം ഞങ്ങൾ ഉപേക്ഷിക്കുന്നു എന്നുൾപ്പെടെയുള്ള പരാമർശങ്ങൾ അദ്ദേഹം നടത്തി. അതിന് പിന്നാലെ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾ നേരിട്ടപ്പോഴാണ് ട്രംപ് ഇറാനെതിരെയുള്ള വെടിനിർത്തൽ കരാർ അവസാനിപ്പിക്കുന്നതായിട്ടുള്ള ഒരു പ്രഖ്യാപനം നടത്തിയത്. അദ്ദേഹം പറയുന്നത് ഇപ്പോൾ തന്നെ സംബന്ധിച്ചിടത്തോളം ഇറാനുമായി ഒപ്പിട്ട ധാരണാപത്രം അവസാനിച്ചു കഴിഞ്ഞു. അവർ ഒരിക്കലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത ആളുകളാണ്. ഇറാനെ നയിക്കുന്നത് നീചരായ, ദുഷ്ടരായിട്ടുള്ള ആളുകളാണ്. അവർ തങ്ങളെ നിരന്തരം ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു. അവരുടെ രണ്ട് ഘട്ടത്തിലുള്ള നേതാക്കളെ, ആദ്യം അവർ ഇറാനിലുണ്ടായിരുന്ന ഭരണകൂടത്തിനെ US തകർത്ത് കഴിഞ്ഞു, രണ്ടാം നിരയിലുള്ള ഭരണകൂടത്തിനെ നശിപ്പിച്ചു. ഇപ്പോൾ അടുത്ത് അവർ വീണ്ടും ഞങ്ങളോട് യുദ്ധമാണ് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി ഇറാന് നേരെ ശക്തമായിട്ടുള്ള ആക്രമണം നടത്തി. ഇനി ഒരിക്കലും ഇറാനെ വിശ്വസിക്കാൻ കൊള്ളില്ല, അവർ വെറും മാലിന്യങ്ങളാണ് എന്നതുൾപ്പെടെയുള്ള രൂക്ഷമായിട്ടുള്ള പരാമർശങ്ങളാണ് ട്രംപ് നാറ്റോ ഉച്ചകോടിയിൽ വെച്ച് നടത്തിയത്. അതിന് പിന്നാലെയാണ് ഈ വെടിനിർത്തൽ കരാർ ഒരു പൂർണ്ണമായി അവസാനിപ്പിക്കുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു പരാമർശം കൂടി ട്രംപ് നടത്തിയത്. ഇപ്പോൾ ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് വരെ US ശക്തമായിട്ടുള്ള ആക്രമണം തന്നെയാണ് ഇറാനിലേക്ക് നടത്തിക്കൊണ്ടിരുന്നത്. പല ഇറാനിയൻ നഗരങ്ങളിലേക്കും മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ സിറിക്ക്, അതുപോലെ ബന്ദർ അബ്ബാസ് എന്നീ ഇറാനിയൻ നഗരങ്ങളിൽ ആക്രമണം നടത്തി. സിറിക്കിൽ നിരവധി ആളുകൾക്ക് പരിക്കേറ്റു, നിരവധി പേരെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. അതുപോലെ ഖേഷൻ ദ്വീപിലും ശക്തമായിട്ടുള്ള സ്ഫോടനങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. അതിന് പിന്നാലെ ഇറാൻ അതിനൊരു പ്രതികാര നടപടി എന്നോണം ഗൾഫ് രാജ്യങ്ങളെയാണ് ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തിയത്. പ്രധാനമായിട്ടും ബഹ്റൈനിലും കുവൈറ്റിലേക്കും ഇറാൻ മിസൈൽ വർഷം നടത്തി. IRGC പുറത്തുവിട്ട ഒരു പ്രസ്താവന പ്രകാരം US-ന്റെ 85 കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചു എന്നാണ് അതിൽ പരാമർശിച്ചിരിക്കുന്നത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ബഹ്റൈനിലുള്ള US-ന്റെ 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനത്തിന് നേരെ ആക്രമണം നടത്തി. കുവൈറ്റിലുള്ള അലി അൽ സലീം എയർബേസിന് നേരെ ആക്രമണം നടത്തി. ബഹ്റൈനിൽ തന്നെയുള്ള ഷെയ്ഖ് ഇസ എന്ന എയർബേസിന് നേരെയും ഇറാൻ ആക്രമണം നടത്തിയെന്ന് അവർ പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു. ബഹ്റൈനിൽ 3 റൗണ്ട് സൈറനുകളാണ് മുഴങ്ങിയത്. തീർച്ചയായിട്ടും അവിടെയുള്ള ജനങ്ങളെല്ലാം ആശങ്കയിൽ തന്നെയാണ്. കുവൈറ്റിൽ ഒരു റൗണ്ട് സൈറനാണെങ്കിൽ ബഹ്റൈനിൽ 3 റൗണ്ട് സൈറനുകൾ മുഴങ്ങി എന്നുള്ള തീർത്തും ആശങ്കാജനകമായിട്ടുള്ള സാഹചര്യമുണ്ട്. ഇതെല്ലാം ആരംഭിച്ചത് കഴിഞ്ഞ ദിവസം ഇറാൻ ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോയ അതാണ്. ഇത് ഇറാനെ ട്രംപ് വല്ലാതെ പ്രകോപിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മുൻ പരമോന്നത നേതാവിൻ്റെ അവരുടെ കുടുംബത്തിൻ്റെയും വിലാപയാത്രയുമായി ബന്ധപ്പെട്ട ട്രംപ് നടത്തിയ അധിക്ഷേപമുണ്ടല്ലോ, അത് വല്ലാതെ അവരെ മാനസികമായി അസ്വസ്ഥരാക്കിയിട്ടുണ്ട്. അതിന് പിന്നാലെ ട്രംപ്
ഇപ്പോൾ പറഞ്ഞ പരാമർശവും, അതായത് ഇറാൻ എന്തോ തകരാറുണ്ട്, അവർ മാനസിക രോഗികളാണ്, കഴിഞ്ഞ രാത്രി വളരെ അപകടകാരികളായ ഇറാൻകാർക്ക് നേരെ ഞങ്ങൾ ശക്തമായ ആക്രമണം നടത്തി എന്നൊക്കെ ട്രംപ് പറയുമ്പോൾ ഇത് ഇറാനെ കൂടുതൽ പ്രകോപിപ്പിക്കുകയല്ലേ അജയ്? തീർച്ചയായിട്ടും എല്ലാവിധ നയതന്ത്രപരമായിട്ടുള്ള ബന്ധങ്ങളെയും തകർക്കുന്ന രീതിയിൽ ഇപ്പോൾ മധ്യസ്ഥത വഹിച്ച പാകിസ്ഥാൻ, ഒമാൻ പോലെയുള്ള രാജ്യങ്ങൾക്കെല്ലാം പുല്ലുവില കൊടുക്കുന്ന രീതിയിലാണ് ട്രംപിന്റെ ഇപ്പോഴുള്ള തീർത്തും ഏകപക്ഷീയമായിട്ടുള്ള പ്രഖ്യാപനമെന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഇപ്പോൾ US ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോയ കപ്പലുകളെ ഇറാൻ ആക്രമിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടാണ് നിലവിൽ ഇറാനിലേക്ക് ആക്രമണം നടത്തിയിരിക്കുന്നത്. എന്നാൽ ശ്രദ്ധേയമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇറാൻ ഇതുവരെ ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഔദ്യോഗികമായി രംഗത്ത് വന്നിട്ടില്ല. ഇതിനു മുൻപേ ഹോർമുസിൽ എന്തെങ്കിലും തരത്തിലുള്ള ആക്ടിവിറ്റികൾ ഇറാൻ നടത്തുകയാണെങ്കിൽ അതിന് തക്കവണ്ണമുള്ള എക്സ്പ്ലനേഷൻസ് അവർ നൽകാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഖത്തറിന്റെ, സൗദി അറേബ്യയുടെയും കപ്പലുകളെ ആക്രമിച്ചത് സംബന്ധിച്ച് അവർ യാതൊരുവിധ പ്രസ്താവനയും ഇറക്കിയിട്ടില്ല. എന്നാൽ US ഇത് ഇറാനാണെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ നിലവിലുള്ള ആക്രമണങ്ങളെല്ലാം നടത്തിയിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഏതാണ്ട് ഇറാനിലുള്ള 80 കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചു എന്നാണ് US-ന്റെ സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് നിലവിൽ നോക്കുകയാണെങ്കിൽ അറിയാം, ഇറാന്റെ മുൻ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമനയുടെ സംസ്കാര ചടങ്ങുകൾ ഇറാഖിലുള്ള നജാഫിൽ വെച്ച് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രിയാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം നജാഫിൽ എത്തിയത്. ഇപ്പോഴവിടെ വിലാപയാത്രയും അതുപോലെ പൊതുദർശനം ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇറാഖിലുള്ള പൊതുദർശനം അതുപോലെ ഉൾപ്പെടെയുള്ള പരിപാടികൾക്ക് ശേഷം നാളെ ഈ മൃതദേഹം ഇറാനിലേക്ക് തിരിച്ചെത്തിക്കും. അതിനുശേഷം മിനാബിൽ വെച്ചായിരിക്കും അന്തിമ സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെ നടക്കുക. അപ്പോൾ നാളെ ഇറാന്റെ മുൻ പരമോന്നത നേതാവിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കാനിരിക്കെയാണ് ട്രംപിന്റെ ഈ നിർണായക പ്രഖ്യാപനം എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇപ്പോൾ ഇറാഖിൽ വെച്ച് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നതിനിടയ്ക്ക് ഇറാന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള മസൂദ് പെസഷ്കിയാൻ അടിയന്തരമായി ഇറാനിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഇന്ന് പുലർച്ചെയാണ് ടെഹ്റാനിലേക്ക് തിരിച്ചെത്തിയത്. അത് ഈ അടിയന്തര സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ്. അപ്പോൾ ട്രംപ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ വെടിനിർത്തൽ അവസാനിച്ചു എന്നുള്ള രീതിയിലുള്ള ഒരു പ്രഖ്യാപനം കൂടി നടത്തുമ്പോൾ നാളെ ഇനി സംസ്കാര ചടങ്ങിന്റെ മധ്യത്തിൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ആശങ്കയിൽ തന്നെയാണ് ലോകം. യെസ്, അതാണ് വലിയ ആശങ്കയിലാണ് ലോകം. കാരണം യുദ്ധത്തിൻ്റെ കെടുതികൾ ഇപ്പോഴും ഇറാൻ മാത്രമല്ല, പശ്ചിമേഷ്യ മാത്രമല്ല, ലോകത്തെ പല രാജ്യങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അതോടൊപ്പം ബഹ്റൈനിലെയും കുവൈത്തിലെയും ജനങ്ങൾ, മലയാളികളടക്കം വലിയ ആശങ്കയിലാണ്. ഇറാൻ്റെ ഭാഗത്തുനിന്നും തിരിച്ചടിയും ഉണ്ടാകുന്നുണ്ട്.